എന്തൊരു തിരക്കാ ഇവിടെ? ഇതാണ് ജനബാഹല്യം. ജനബാഹല്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്, കാര്യമുണ്ട്. എന്നാ പിന്നെ നിനക്ക് ഇതിനകത്തുനിന്ന് ഒരു മലയാളിയെ കണ്ടുപിടിച്ച് തരാൻ പറ്റും? ഒരു മലയാളിയോ? ഒന്നല്ല, ഒമ്പടത്ത് ഞാൻ കണ്ടുപിടിച്ചു തരും. ഒരെണ്ണത്തിനെങ്കിലും കിട്ടുമോ? കാണിച്ചു തരാന്ന്. എന്നാ പിന്നെ ചേട്ടാ മലയാളിയാണോ? മലയാളിയല്ലേ? ഹിന്ദി അറിയാവോ? ആ മലയാളി തന്നെ. വാ ഇങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. അതില്ലേ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ഉത്തരം തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. ഉറപ്പ് ഉറപ്പ് തന്നെ. തണ്ട മലയാളി. ചേട്ടൻ ആൽബഫയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാ? ആണല്ലോ. ഇപ്പം നമ്മുടെ ആൽബഫയിൽ ഒരു 1 വീക്ക് ഓഫർ നടപ്പുണ്ട്. അതായത് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ. ആ ഓഫറിന്റെ പേരറിയോ? സോറി, തെറ്റിപ്പോയി. ഒരു ചാൻസ് കൂടി തരാം. എന്താ, ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയൂ. അതല്ല കേട്ടോ, സോറി. ചേട്ടന് വേറൊരു ചാൻസ് കൂടെ നമ്മൾ തരുവാണ്. ചേട്ടൻ ആൽബഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുള്ള ആളാണോ? ഒന്ന് കാണിച്ചു തരുമോ? ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഏതായാലും ആൽബഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒരു ഫോളോവർ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. ഉത്തരം തെറ്റിയതുകൊണ്ട് വിഷമിക്കേണ്ട, സമ്മാനം നമ്മൾ തന്നിരിക്കും. അപ്പോൾ ചേട്ടാ, നമ്മുടെ ആൽബഫയുടെ വകയായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഓഫർ വേറൊന്നും അല്ല, ത്രില്ലർ 20 ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓഫർ. ഓക്കെ, അപ്പം ഷോപ്പിംഗ് എൻജോയ് ചെയ്തോളൂ. താങ്ക് യു. കേരളത്തിൽ ഒരു സ്ഥലം എന്തിനു വന്നു എന്ന് നമ്മൾ ചോദിക്കും, അതേതാണെന്നറിയാവോ? എന്തിനു വന്നു എന്നാണ് അതിന്റെ മീനിങ്. എന്തിനു വന്നു മീനിങ്? ആ സ്ഥലത്തിന്റെ പേര് പറയണം. ഒരു ക്ലൂ തരാം. എറണാകുളം നിയറസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണത്. ഒരു ഫേമസ് ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഒരു ആള് പാട്ടുകാരി അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ? നോ. അഗൈൻ വൺ ചാൻസും കൂടി ഉണ്ട്. എന്തിന് വന്നു എന്ന് നമ്മൾ ചോദിക്കും. അതിന്റെ ഒരു ഷോർട്ട് ഇംഗ്ലീഷ് നെയിമാണ് പറയേണ്ടത്. അതിന്റെ ഇംഗ്ലീഷ് നെയിമാണ് പറയേണ്ടത്. എന്തിന് വന്നു നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? എങ്ങനെയാ പറയുന്നേ? അത്രയേ ലോങ് ആയിട്ട് സ്ഥലമായിട്ട് ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യനാ. സ്ഥലമായിട്ട് ചിന്തിച്ചാൽ മതി. കുസൃതി ചോദ്യാ. സ്ഥലമാണ്, ജില്ലയല്ല. അല്ല, നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര പ്രശസ്തിയായിട്ടുള്ള ഒരു പാട്ടുകാരി അവിടെ നിന്നാണ് വന്നേക്കുന്നത്. അവരുടെ പേരിന്റെ കൂടെ ആ സ്ഥലത്തിന്റെ പേര്. ഒരു പ്രശസ്തമായ അമ്പലം ഉണ്ട് അവിടെ. വേറൊന്നും അല്ല, വൈക്കം വിജയലക്ഷ്മി. ആൽബഫയുടെ പേജും നമ്മുടെ പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. ചെയ്തിട്ടില്ല? സോറി. അപ്പൊ രണ്ടും നമ്മുടെ പോയി. ഞങ്ങളുടെ പേജ്, എൻ്റെ പേജ് റിസാന അജ്മി, ഞാൻ ലയണസ്, ലിൻഡ എന്നാണ് പേര്. പിന്നെ നമ്മളിപ്പോൾ ഇത് നടക്കുന്ന വാഫയിൽ ഒരു റോഡ് ഷോ പോലെ നമ്മൾ ചെയ്യുവാണ്. ഇങ്ങനെ പെട്ടെന്ന് പോയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരുക. എൻ്റെ പേരെന്തായിരുന്നു? അനിഷ. എവിടെയാ നാട്ടില്? കണ്ണൂർ. ഓക്കെ, താങ്ക് യു. ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാരൻ ഏത് രാജ്യത്ത് നിന്നാണ്? ഓ ഗോഡ്, കൺഗ്രാറ്റുലേഷൻസ്. യെസ്. ഓക്കെ, അപ്പൊ താങ്കൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് ആൽബഫയുടെ വകയായിട്ട്. ഓക്കെ, ആൽബഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? വേറൊരു സമ്മാനം കൂടി ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ അത് ഫോളോ ചെയ്യണം. ഗിഫ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് ഫോളോ ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, നീ എന്നോട് ചലഞ്ച് ചെയ്തിട്ട് വേറെ എവിടെ? മലയാളി എവിടെ? മലയാളി പൊളിയാടാ. ആ പാട്ട് എനിക്കറിയോ? എന്താ പറയാ? എന്താ നിനക്ക് പാടിയല്ലെന്താ? മലയാളിയാണോ? ആണോ? പ്രശ്നമുണ്ടോ ഇത്? ഓക്കെ, ആൽബഫയുടെ റോഡ് ഷോ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇതിനകത്ത് നിങ്ങളോട് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനകത്ത് ആൻസർ ശരിയാണെങ്കിൽ വണ്ടി വിട്ടോട്ട് നിന്നോളൂ.
ക്വസ്റ്റ്യൻ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഓൺ സ്പോട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഫണ്ണി ക്വസ്റ്റ്യനാ, വേറെ പ്രത്യേകിച്ച് കൂടുതൽ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തെന്നി വീഴുന്ന ഒരു രാജ്യം. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ ആ രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പം അങ്ങനെയാണ്, എല്ലാവരും തെന്നി വീഴുന്ന ഒരു രാജ്യം. ഒരു ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ തെന്നി വീഴും. അതിന്റെ പേരാണ് ആ സാധനത്തിന്റെ ഓ ശരിയാണ് കേട്ടോ. ഓക്കെ 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 കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ടാകുന്ന അൽവഫേന്റെ ഭാഗമായിട്ട് യെസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വഫയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? അൽവഫയുടെ പേജ് ഓക്കെ, ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ക്രൗഡിനിടയ്ക്ക് പോയി നാണം കെടുവല്ലോ പ്രസവനെ. എന്തായാലും പോയി ചോദിച്ചോ, ആരുടെയും തല്ല് കിട്ടിയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. മലയാളിയാണോ? അതെയോ? വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? അല്ല, നമ്മളൊരു റോഡ് ഷോ പോലെയാണ്. അപ്പോൾ അതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് തരുന്നു ഒന്ന്. ഓക്കെ, എൻ്റെ പേരെന്തായിരുന്നു? വിനയ. ഇവിടെ വർക്ക് ചെയ്യുവാണ്? ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ. നമ്മുടെ ഒരു കലണ്ടർ മാസത്തിൽ ഒരു മാസത്തിന്റെ പേര് എന്തായിരുന്നു? ആടിനെ പോലെ. സോറി ഒറ്റ മിനിറ്റ്. ആടിനെ പോലെ കരയുന്ന മാസം, അതിന്റെ പേര് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ആടിനെ പോലെ കരയുന്നതിനാണ്. മാസത്തിന്റെ പേരാണ് ആടിനെ പോലെ കരയുന്നത്, അതിന്റെ പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയോ? ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ സമ്മാനമുണ്ട്. അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യണം കേട്ടോ. പിടിച്ചോളൂ. ഞങ്ങളുടെ പേജ്, എന്റെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ റിസാന അജ്മി, ഞാൻ ലയണസ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പേജും കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ഉണ്ടായിരിക്കും. ചെറിയ എന്തോ ഓക്കെ ഓക്കെ, മലയാളിയല്ല. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, കുസൃതി ചോദ്യമാണ്. ഒരു ഫ്രൂട്ടിന്റെ പേരാണ് തലയിൽ കിരീടം, ദേഹം മുഴുവൻ മുള്ള്. ആർക്ക് വേണം? ഇവർ കറക്റ്റ് ഉത്തരവാണ്. അപ്പൊ ഉത്തരവുണ്ട്, സമ്മാനമുണ്ട്. ഓക്കെ, നിങ്ങൾ അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എന്നാ നിങ്ങൾക്ക് ആ പറഞ്ഞ ആൻസർ ശരിയായതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കിട്ടി. നാളെ ഈ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഓ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ലക്കിയാണ്, ലക്കിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഗിഫ്റ്റ് കിട്ടിയത്. അതെ, കേക്ക് മേടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തോളൂ. അപ്പൊ ഞങ്ങൾ പോകുന്നു. ശരി ടാറ്റാ. കുഴപ്പമില്ല. പഠിക്കുന്നേ 8ലാ. ഇവിടെയാ പഠിക്കുന്നേ? പേരെന്താ? അപ്പൊ നമ്മള് അൽവഫേന്റെ ഭാഗമായിട്ട് ഒരു റോഡ് ഷോ ആണ്. ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ ക്വസ്റ്റ്യൻ ചെറിയാണ്, സിമ്പിൾ ആണ്. ഇപ്പൊ അൽവഫയിൽ നടക്കുന്ന ഒരു ഓഫർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഉണ്ട്. ഓൺ സ്പോട്ട് പ്രൈസ്. വള്ളത്തിന് ഓഫർ വെള്ളോ അല്ല, ഇപ്പൊ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മതി. ഒരുപാട് പ്രൊഡക്റ്റിന്റെ ഇപ്പൊ ഓഫർ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേര് മതി. അറിയില്ല. അറിയത്തില്ല. അൽവഫയുടെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? നോക്കിക്കോ. പഴയതുപോലൊന്നും അല്ല ഗൈസ്. നമുക്കൊക്കെ പണ്ട് ഫോണില്ലായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പിള്ളേർക്കൊക്കെ ഇപ്പൊ ഫോണുണ്ട്. അൽവഫ. ഫോളോ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേര്. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രൈസ് ഉണ്ട്. റിസാന അജ്മി ലയണസ്. റിസാന അജ്മി ഉണ്ടാവില്ല. അപ്പൊ രണ്ടും ഫ്ലോപ്പാണ്. അപ്പൊ അതിന് ചാൻസ് കുറവാണ്. ഓക്കെ, ഒന്നും അറിയത്തില്ലടേ. നമ്മൾ വെറും 90s. മാഫി മാലു അറബി. ഓക്കെ, യു മാലു മലയാളം മാലു. അത് തന്നെ എന്റെ അവസ്ഥ. എനിക്ക് അറിയത്തില്ല. അപ്പൊ ശരി, ബൈ, ടാറ്റാ. വൈഫല്ലേ അത്? നിക്കാൻ പറയൂ. ഞങ്ങൾ ആദ്യം പോയി ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞേ താല്പര്യമില്ല.
ഓക്കെ ഏ ഓക്കെ ഇപ്പം നമ്മൾ അൽവഫയുടെ ഭാഗമായിട്ട് ഒരു റോഡ് ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിച്ച് അത് ആൻസർ ശരിയാണെങ്കിൽ ഓൺ സ്പോട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ആണല്ലോ? ഓക്കെ. ഇപ്പൊ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറയുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട്. ഇപ്പൊ നടക്കുന്ന ഓഫറിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറയുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട്. പ്രൊഡക്റ്റിന്റെ പേര് പറഞ്ഞാൽ പ്രൈസ് ഉണ്ട്. പ്രൈസ് ഉണ്ട്. യെസ്. ഓക്കെ. ഞാനിപ്പോൾ എടുത്ത് ഷിപ്പ് അരി എടുത്തിട്ടുണ്ട്. ഏതാ? ഷിപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് ഓഫറിൽ എടുത്തതാണ്. ഇപ്പൊ നടക്കുന്ന ഓഫറിന്റെ പേരറിയോ? ഏത് ഓഫറാണെന്ന് അറിയുമോ? ഞാൻ എടുത്ത ഓഫർ ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന ഓഫറാണ്. അത് എത്ര റിയാലിന്റെയാ? ഷിപ്പ് അരി 47 റിയാൽ. അല്ല സോറി അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന ഓഫർ ത്രില്ലർ 20യാ. 20 റിയാലിന്റെ സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഓഫർ ഇട്ടേക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേര് ടോർച്ച്. ഓ രക്ഷപ്പെട്ടു. അപ്പം താങ്കൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ വഫയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. വഫയുടെ പേജ് ഉണ്ട്. വഫയുടെ എല്ലാം ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് പോവാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഈ ആഴ്ചയിലും ഇതെന്തിനും പറഞ്ഞു തരത്തില്ല. അയ്യോ, ഓക്കെ. മലയാളികളാണല്ലോ, അപ്പൊ പിന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ അതിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രൈസ് ഉണ്ടായിരിക്കും. ഓക്കെ. തലയിൽ കാലുള്ള ജീവി. നമുക്കൊക്കെ പെട്ടെന്ന് കിട്ടും. തലയിൽ കാലുള്ള ജീവി ഇപ്പൊ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ്. ആ, പ്രത്യേകിച്ച് ലേഡീസിന് ഒന്നും ചിന്തിക്കാനില്ല. അത്രയും ക്ലൂ കിട്ടിയിട്ടും പറയാതിരുന്നാൽ. തലയിൽ കാലുള്ള ജീവി മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ അത് വസിക്കുന്നത്. അപ്പൊ ഐശ്വര്യമായിട്ട് ഒരു മിഠായി പിടിച്ചോളൂ. നിങ്ങൾ ഏതായാലും ഹലോ മാവേ. ഓക്കെ, അവന്റെ ലുക്ക് കണ്ടിട്ട് അവൻ ഇടിക്കുന്ന ലക്ഷണമാണ്. ഇടിക്കോടാ നീ അല്ലേ? അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. യെസ്. ആ, നിങ്ങൾ വഫയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.